കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തൃശൂർ ജില്ലയിലെ UNAയുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ ഇന്ന് പണിമുടക്ക് നടത്തി. ജൂബിലി, അമല ആശുപത്രിയിൽ തുടരുന്ന നഴ്സുമാരുടെ സമരത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം ശക്തമാക്കിയത്. മാള അഷ്ടമിച്ചിറ പ്രദേശത്ത് ഭീതിയുണ്ടാക്കിയ തെരുവ് നായയെ പിടികൂടി. 3 പേർക്ക് കടിയേറ്റ സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വ്യാപക ആശങ്ക നിലനിന്നിരുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുകയും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുകയും ചെയ്യുന്നതിനായി ജില്ലാ ഭരണകൂടം മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും സമീപ ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. താരതമ്യേന ചെറിയ ഡാമായതിനാൽ ഇത് വേഗത്തിൽ നിറയാൻ സാധ്യതയുണ്ടെന്നും അതിവേഗം വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാമെന്നും വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാതൃകയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ഇത്തവണയും തീരുമാനമായി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ ജലനിരപ്പ് നിലനിർത്തുന്നതിനായി ഗേറ്റുകൾ അതേ നിലയിൽ തുറന്നുവയ്ക്കാൻ എക്സ്റ്റൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. യോഗത്തിൽ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷ്, MLA മാർ എന്നിവർ പങ്കെടുത്തു. ഷോളയാർ ഡാമിലെ ജലനിരപ്പും വൃഷ്ടിപ്രദേശങ്ങളിലെ നീരൊഴുക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിരന്തരം നിരീക്ഷിക്കും. ഷോളയാർ ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ മുൻകൂർ അനുമതി നിർബന്ധമാക്കും. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഒഴുക്കുന്ന ജലത്തിന്റെ അളവടക്കം മുൻകൂട്ടി അനുമതി തേടണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ മറ്റു ഡാമുകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര റിപ്പോർട്ടിംഗ് സംവിധാനവും ഒരുക്കും. ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തുവിടുമ്പോൾ ബന്ധപ്പെട്ടവരെയും പൊതുജനങ്ങളെയും മുൻകൂട്ടി അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ ജില്ലയിലെ UNAയുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ ഇന്ന് പണിമുടക്ക് നടത്തി. ജൂബിലി, അമല ആശുപത്രിയിൽ തുടരുന്ന നഴ്സുമാരുടെ സമരത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം ശക്തമായത്. 3 മാസമായി 1000-ലേറെ നഴ്സുമാർ സമരത്തിലാണെങ്കിലും മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് നേതാക്കൾ ആരോപിക്കുന്നു. തൃശൂർ ജില്ലയിലെ UNAയുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ പണിമുടക്ക് നടത്തി. ജൂബിലി, അമല ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം ശക്തമായത്. കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസിലേക്ക് നടന്ന ഉപരോധ സമരം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ഇടപെടലും സംഘർഷവും ഉണ്ടായിരുന്നുവെന്ന് നേതാക്കൾ അറിയിച്ചു. തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ന് വീണ്ടും പണിമുടക്കിലേക്ക് കടക്കുകയായിരുന്നു. തൃശൂർ കളക്ടറേറ്റിന് മുന്നിലടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നഴ്സുമാരുടെ സമരം തുടരുകയാണ്. ബുധനാഴ്ച കമ്മീഷണറുമായി നടക്കുന്ന ചർച്ചയിൽ ലേബർ ഓഫീസർ പങ്കെടുക്കുമെന്നും നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. 3 മാസമായി 1000-ലേറെ നഴ്സുമാർ സമരത്തിലാണെങ്കിലും മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് നേതാക്കൾ ആരോപിക്കുന്നു. ആദ്യം ആവശ്യപ്പെട്ടിരുന്ന 40,000 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് ഇപ്പോൾ മാന്യമായ ശമ്പളം എന്ന ആവശ്യത്തിലേക്ക് പോലും എത്തിയിട്ടും പ്രതികരണം ലഭിക്കുന്നില്ലെന്നും അവർ പറയുന്നു. ചർച്ചയിലൂടെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നഴ്സുമാർ വീണ്ടും ഉന്നയിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. മാള അഷ്ടമിച്ചിറ പ്രദേശത്ത് ഭീതിയുണ്ടാക്കിയ തെരുവ് നായയെ പിടികൂടി. 3 പേർക്ക് കടിയേറ്റ സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വ്യാപക ആശങ്ക നിലനിൽക്കുകയായിരുന്നു. നായയെ ഡോഗ് ഷെൽട്ടറിലേക്ക് മാറ്റി നിരീക്ഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. മാള അഷ്ടമിച്ചിറ പ്രദേശത്ത് നാട്ടുകാരിൽ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരുന്ന തെരുവ് നായയെ ഡോഗ് ക്യാച്ചേഴ്സ് സംഘം പിടികൂടി. നായയെ തുടർ നിരീക്ഷണത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡോഗ് ഷെൽട്ടറിലേക്ക് മാറ്റി. നായയ്ക്ക് പേബാധയുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ശേഷമേ ഇതിൽ വ്യക്തത വരുമെന്നും അധികൃതർ അറിയിച്ചു. നായയെ പിടികൂടിയതോടെ പ്രദേശവാസികൾക്ക് താൽക്കാലിക ആശ്വാസമായി. ഇന്ന് രാവിലെയോടെയാണ് അഷ്ടമിച്ചിറ കുര്യക്കാട് ഭാഗത്ത് നടന്ന ആക്രമണത്തിൽ വികലാംഗൻ ഉൾപ്പെടെ 3 പേർക്ക് നായയുടെ കടിയേറ്റത്. നടന്നു പോവുകയായിരുന്നവരെയാണ് നായ ആക്രമിച്ചത്. മാപ്രാംപിള്ളി ചന്ദ്രൻ, ഇളംകുറ്റിയിൽ വേലായുധൻ, ജൂബിലി നഗർ സ്വദേശിനി സ്മിത എന്നിവർക്കാണ് പരിക്കേറ്റത്.
ഇവരിൽ ചന്ദ്രനെ മാള ഗവൺമെന്റ് ആശുപത്രിയിലും വേലായുധനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് ചികിത്സ തുടരുകയാണ്. അതേസമയം പിടികൂടിയ നായയുടെ കാര്യത്തിൽ ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, മാള. അന്നമനട വാളൂരിൽ തോട് അനധികൃതമായി മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് പിന്തുണയായി കർഷക സംഘം. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കർഷക സംഘം രംഗത്തെത്തി. തോട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് കർഷക സംഘത്തിന്റെ പ്രതിഷേധം. അന്നമനട വാളൂരിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി മണ്ണിട്ട് തോട് നികത്തിയതിനെതിരെ അന്നമനടയിലെ കർഷക സംഘം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നികത്തിയ തോട് പൂർവ്വസ്ഥിതിയിലാക്കി കർഷകരെ സംരക്ഷിക്കണമെന്ന് സംഘം അധികൃതരോട് ആവശ്യപ്പെട്ടു. ഒരുപാട് മാസങ്ങളായി ഡിസംബർ മുതൽ തുടങ്ങിയതാണ്. അത് ഈ കാലഘട്ടം പഞ്ചായത്ത് അധികാരത്തിലായിട്ട് ഇതേവരെ ഇത് നടത്തി കൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. കർഷക സംഘം എന്ന നിലക്ക് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതിനുള്ളിൽ തന്നെ പാർട്ടിയോടെ വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസിലും പറയുമ്പോൾ ഇവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നികത്തുഭൂമിയല്ല, കരഭൂമിയാണെന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ പാടത്തിൻ്റെ അടുത്ത് കമ്പിവേലി കെട്ടാൻ പാടില്ല. അത് കൃഷിഭവനാലും ആരും സമ്മതിക്കില്ല. പാടത്തിൽ ഒരു കമ്പിവേലിയും കെട്ടി സംരക്ഷിക്കാൻ പാടില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ അത് അനധികൃതമായിട്ട് ചെയ്തിരിക്കണതിന് ശക്തമായ പ്രതിഷേധം കർഷക സംഘത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. 8 ഏക്കറോളം സ്ഥലത്ത് ലോൺ എടുത്ത് ചെയ്ത ചേനകൃഷി വെള്ളത്തിലായതിന്റെ ആശങ്ക കർഷകർ പങ്കുവച്ചു. തോട് നികത്തിയതാണ് കൃഷിയിടം വെള്ളത്തിലാകാൻ കാരണമെന്നാണ് അവരുടെ ആരോപണം. കൃഷി ചെയ്തേക്കണത് ഞാനാണ്. അതുപോലെ തന്നെ 8 ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്തേക്കണത്. 15,000 കുഴി ചേനയുണ്ട്. ഇപ്പോൾ താഴത്തെ തന്നെ 6,000 കുഴി ചേന വെള്ളത്തിലായിരുന്നു ഇത്തരം ദിവസം. അത് ഇപ്പോൾ മുങ്ങിക്കിടക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മോട്ടോർ വെച്ചാണ് വറ്റിച്ച് കളയണത്. അതുപോലെ തന്നെ 15 ലക്ഷം രൂപ ഞാൻ ജില്ലാ സാറിൻ്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നത്. എല്ലാ കൊല്ലവും അത് അടയ്ക്കും, അത് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് പോണത്. ഞാൻ 29 കൊല്ലമായി ഇവിടെ ഒന്ന് കൃഷി തുടങ്ങിയിട്ട്. അന്നുള്ള തോടാണ് ഇവിടെ കിടക്കണ തോട്. അതിക്ക് മുമ്പ് കിടക്കണമെന്ന് ഞാൻ വരുമ്പോൾ തോടുണ്ട് ഇവിടെ. അന്ന് കിടക്കണ തോടാണ്. ഇപ്പം അത് ഒരു വ്യക്തി സ്ഥലം മേടിച്ച് അത് നിർത്തി കട്ടിക്കളഞ്ഞു. അത്രയും എനിക്ക് പറയാൻ. കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും തോട് തുറന്നു കൊടുക്കാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പറും ഒത്തുകളിക്കുകയാണെന്ന് കർഷക സംഘം ആരോപിച്ചു. ഏകദേശം 8 ഏക്കറിൽ ചേന പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ബേബി എന്ന കർഷകന്റെ കൃഷിയിടത്തിലും 10ഓളം വീടുകളിലും വെള്ളം കയറിയതായി പ്രദേശവാസികൾ പറയുന്നു. തങ്ങളുടെ ദുരിതത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും തോട് തുറന്ന് വെള്ളമൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TC സുബ്രൻ, സിന്ധു ജയൻ, PA അസീസ്, പ്രവീൺ ചന്ദ്രൻ, PP അരവിന്ദാക്ഷൻ, AK മനോഹരൻ, അഡ്വക്കേറ്റ് MK ഹക്ക് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. മുരിങ്ങൂരിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ജനജീവിതം താളം തെറ്റിയ രൂക്ഷമായ വെള്ളക്കെട്ട്. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി ദുരിതത്തിലായ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ നിർമ്മാണ കരാർ കമ്പനിക്ക് അടിയന്തരമായി തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. മുരിങ്ങൂർ പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ മഴവെള്ളം ഒഴുകിപ്പോകുന്ന കാനകൾ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് രൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ഇതോടെ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി. വെള്ളക്കെട്ട് മൂലം വീടുകളിലേക്കും വെള്ളം കയറിയതോടൊപ്പം കാൽനടയാത്ര പോലും അസാധ്യമായ സാഹചര്യമായിരുന്നു. വിവരമറിഞ്ഞ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. വെള്ളക്കെട്ടിന് പരിഹാരമായി കാനയിലെ മണ്ണ് നീക്കം ചെയ്യണമെന്ന് കളക്ടർ ഉത്തരവിട്ടു. തുടർന്ന് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. അടിയന്തരമായി കാന വൃത്തിയാക്കണമെന്നായിരുന്നു ആവശ്യം. ആദ്യഘട്ടത്തിൽ JCB ഉപയോഗിച്ച് ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാത്തതിനാൽ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക യന്ത്രമെത്തിച്ച് ചെളി നീക്കം ചെയ്യുകയും പ്രഷർ സിസ്റ്റം ഉപയോഗിച്ച് കാന വൃത്തിയാക്കുകയും ചെയ്തു. ബുധനാഴ്ചയ്ക്കകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിക്കാത്ത പക്ഷം ഹൈവേ ഉപരോധം ഉൾപ്പെടെയുള്ള സമര നടപടികൾ സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. അവസാനം കരാർ കമ്പനി ബുധനാഴ്ച മുതൽ പ്രവർത്തനം തുടരുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. വിദ്യാർത്ഥി കൺസെഷൻ കാർഡ് പുതുക്കൽ ഫീസ് വർദ്ധിപ്പിച്ചുവെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് KSRTC. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണെന്നും നിലവിലെ ഫീസ് ഘടനയിൽ യാതൊരു വർധനയും ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വിദ്യാർത്ഥി കൺസെഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള ഫീസ് 10 രൂപയിൽ നിന്ന് 110 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KSRTC അറിയിച്ചു. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വാർത്തകൾ
വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡ് അനുവദിക്കുന്നതിനും പുതുക്കുന്നതിനുമായി ഓരോ അധ്യയന വർഷത്തിലും 110 രൂപ ഈടാക്കിയിരുന്നുവെന്ന് KSRTC വിശദീകരിച്ചു. ഇതിൽ 100 രൂപ പ്രോസസ്സിംഗ് ഫീസും 10 രൂപ കാർഡിന്റെയും സ്റ്റേഷനറി സാമഗ്രികളുടെയും ചെലവുമായിരുന്നു. എന്നാൽ RFID അടിസ്ഥാനത്തിലുള്ള സ്മാർട്ട് കാർഡ് സംവിധാനം നടപ്പിലാക്കിയതോടെ പേപ്പർ കാർഡുകൾക്ക് പകരം സൗജന്യ സ്മാർട്ട് കാർഡുകൾ നൽകുകയും നിലവിലുള്ള കാർഡുകൾ തന്നെ പുനരുപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ സ്റ്റേഷനറി ചെലവായിരുന്ന 10 രൂപ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ നിലവിൽ വിദ്യാർത്ഥികളിൽ നിന്ന് 100 രൂപ പ്രോസസ്സിംഗ് ഫീസ് മാത്രമാണ് ഈടാക്കുന്നത്. മുൻപ് 110 രൂപയുണ്ടായിരുന്ന ഫീസിൽ നിന്ന് 100 രൂപയായി കുറവാണ് ഉണ്ടായതെന്നും ഫീസ് വർധനയെന്ന പ്രചരണം തെറ്റാണെന്നും KSRTC വ്യക്തമാക്കി. മീഡിയ ടൈം, കൊച്ചി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കിണറ്റിൽ വീണ മയിലിനെ മാള ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അന്നമനട മേൽഡൂർ മലയാങ്കുന്ന് ചേറ്റിപ്പറമ്പിൽ സാവിത്രിയുടെ വീട്ടിലെ കിണറ്റിൽ വീണ മയിലിനെയാണ് മാള ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. സൂരജ് CS, അജീഷ് KA, സുൽഫിക്കർ, അജ്മൽ M, അഭിലാഷ് V, PV ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് മയിലിനെ പുറത്തെടുത്തത്. അവശനിലയിലായിരുന്ന മയിൽ പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത് പറന്നുപോയി. അന്നമനട മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയം അന്നമനട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനവും ഏറ്റവും സന്തോഷത്തോടെ ഉള്ള ഈ നിമിഷത്തിന് പങ്കുചേരാൻ സാധിച്ചതിലും ദൈവത്തിനോട് നന്ദി പറയുന്നു. വലിയൊരു വിജയം തന്നെയാണ്. എന്നിരുന്നാലും ഈ വിജയത്തിലെ ഏറ്റവും അധികം നമ്മുടെ രക്ഷിതാക്കളും അതേപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെയും ഏറ്റവും വലിയ നിങ്ങളോടുള്ള നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആ വലിയൊരു ഉത്തരവാദിത്വം അവര് നിങ്ങൾക്ക് തന്നതുകൊണ്ട് മാത്രമാണ്, നിങ്ങളത് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. +1 വരും, 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വിഷയം എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളും അതോടൊപ്പം ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളാണ്. അതിലിപ്പോൾ രക്ഷിതാക്കൾ പറയുമ്പോൾ അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ സയൻസ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ചിലവർക്ക് കൊമേഴ്സ് എടുക്കാനായിരിക്കും ചില കുട്ടികൾക്ക് ഇഷ്ടം. സ്കൂൾ മാനേജർ MB ഹംസ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജിൻ കുടിയൻ മുഖ്യാതിഥിയായിരുന്നു. അന്നമനട പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ബൽക്കിസ് സലാം, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ നിസാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷംല നൌഷാദ്, പ്രിൻസിപ്പൽ പുഷ്പം M വർഗീസ്, PTA പ്രസിഡന്റ് NA അബ്ദുൽ ഷുക്കൂർ, മുൻ പ്രിൻസിപ്പൽ MA ലൈലകുമാരി, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ CD ബിജു, പ്രൈമറി പ്രധാനാധ്യാപിക P വീണ എന്നിവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ കൊടുങ്ങല്ലൂരിൽ ആവേശം വിതറി DYFI ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ ലോകകപ്പിനെ സ്വീകരിച്ചുകൊണ്ട് ആവേശം വിതറി DYFI മേത്തല മേഖല കമ്മിറ്റിയാണ് യൂണിറ്റ് തല ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത്. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹാരിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മൻസൂർ, റസാഖ്, ദേവിക, വിഷ്ണു, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളെ വരവേറ്റുകൊണ്ട് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ വേൾഡ് കപ്പ് മത്സരം ആവേശകരമായി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകം മത്സരങ്ങൾ നടന്നു. പെൺകുട്ടികളുടെ മത്സരത്തിൽ അർജന്റീന ഫാൻസ് ടീം ഏകപക്ഷീയമായ 1 ഗോളിന് ബ്രസീൽ ഫാൻസ് ടീമിനെ തോൽപ്പിച്ചു. ഡിൽന ഷാജു അർജന്റീന ഫാൻസിന് വേണ്ടി ഗോൾ നേടി. തുടർന്ന് നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഫാൻസ് അർജന്റീന ഫാൻസിനെ പരാജയപ്പെടുത്തി. ബ്രസീൽ ഫ്രാൻസിന് വേണ്ടി സഫാൻ 2 ഗോളും യദു 1 ഗോളും നേടി. വിജയികൾക്ക് പ്രധാനാധ്യാപകൻ ജെയ്മോൻ ജോസഫ് ട്രോഫികൾ വിതരണം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആവേശക്കടലായി മാറിയിരിക്കുകയാണ് ചന്ദ്രപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അൺഎയ്ഡഡ് വിഭാഗം.
തങ്ങളുടെ ഇഷ്ട ടീമുകളുടെയും താരങ്ങളുടെയും ജേഴ്സികൾ അണിഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് നടത്തിയ വർണ്ണവമായ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. കോഴിക്കോട് എയർപോർട്ട് SI സാൻഡോ തട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VV സുമീഷ്, പ്രിൻസിപ്പൽ VB സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തൃശൂർ ജില്ലയിലെ UNAയുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ ഇന്ന് പണിമുടക്ക് നടത്തി. ജൂബിലി അമല ആശുപത്രിയിൽ തുടരുന്ന നഴ്സുമാരുടെ സമരത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം ശക്തമാക്കിയത്. മാള അഷ്ടമിച്ചിറ പ്രദേശത്ത് ഭീതിയുണ്ടാക്കിയ തെരുവ് നായയെ പിടികൂടി. 3 പേർക്ക് കടിയേറ്റ സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വ്യാപക ആശങ്ക നിലനിന്നിരുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.